പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദ മോസ്റ്റ് ഡീപ്പസ്റ്റ്, ഇത്തിരി ആഴമുള്ള, ദ മോസ്റ്റ് പെർമനൻറ്റ്, മരണം വരെയും നിലനിൽക്കുന്ന, ദ മോസ്റ്റ് എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ്, ഇതാണ് വിവാഹമെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം സ്നേഹവും ദുഃഖവും ആനന്ദവും ആശകളും ആശങ്കകളും വിഹുലതകളുമെല്ലാം പങ്കുവയ്ക്കപ്പെടുന്ന മറ്റ് ഏതൊരു ബന്ധമാണ് ലോകത്തിലുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവമാണ് കുടുംബത്തെ തെരഞ്ഞെടുക്കുന്നത്. കുടുംബമില്ലെങ്കിൽ കത്തോലിക്ക സഭയില്ല. സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചുകൊണ്ടാണ് ഈ കുടുംബ സംവിധാനത്തെ പവിത്രമാക്കിയത്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശപരമ്പരയിലാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ഒരു ജനപരമ്പരയെ കൊണ്ടുവന്ന് അങ്ങനെ ദാവീദിൻ്റെ ഒരു ഗോത്രത്തിലെത്തിച്ച് അതിൻ്റെ പരമ്പരയിൽ യോസേപ്പിനെ തെരഞ്ഞെടുത്ത് ഒരു കുടുംബ സംവിധാനത്തിൽ ക്രിസ്തു ജനിക്കുകയാണ്. ഇന്ന് സ്വർഗമാകേണ്ട കുടുംബങ്ങൾ എങ്ങനെയാ പോകുന്നത്? നമ്മളൊക്കെ പലതും പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ വിഴുങ്ങി 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 അല്ലേ? നമ്മളുടെയൊക്കെ ജീവിതം മറ്റുള്ളവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ആരോടും പറയാതെ ഇങ്ങനെ മുഴുവനും വിഴുങ്ങി വിഴുങ്ങി ആരും അറിയാതെ ചുവരുകൾക്ക് പുറത്തു പോകാതെ ഇങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ വളരെ വേദനിക്കുന്ന ഒരു കുടുംബത്തിൽ എത്തിച്ചേരും. ആ അധ്യായം വായിക്കുമ്പോൾ ആ കുടുംബം യേശുവിനേറെ പ്രധാനപ്പെട്ട, ഒത്തിരി പരിചയമുള്ള, യേശു ഒത്തിരി തവണ പോയി പ്രസംഗിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. മർത്ത മറിയം സഹോദരിമാരുടെ കുടുംബം. ഈ കുടുംബത്തിലിരുന്ന് യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ആ മറിയം പാപിനിയായൊരു പെണ്ണ്, അവൾ യേശുവിൻ്റെ സുവിശേഷ പ്രസംഗത്തിൽ അവൾക്ക് മാനസാന്തരം ഉണ്ടാവുകയും അവൾ യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ദിവസങ്ങളോളം വചനം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ കുടുംബത്തിൽ വലിയ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. അവരേറെ സ്നേഹിച്ചിരുന്ന അവരുടെ കുഞ്ഞാങ്ങള ലാസർ മരണപ്പെട്ട് കിടക്കുകയാണ്. യേശു ഈ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. ബഥാനിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും 15 സ്താദിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.25 കിലോമീറ്റർ അകലെ ഒരു മലമുകളിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലാസർ രോഗബാധിതനായി കിടക്കുന്നത്. മർത്താ മറിയ സഹോദരിമാരെ തൻ്റെ ദാസന്മാരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ലാസർ മരിക്കാറായിട്ട് കിടക്കുകയാണ്, ഒന്ന് വന്ന് സുഖപ്പെടുത്തണം. പക്ഷെ യേശു പോയില്ല. യേശു മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് ലാസർ മരിച്ചു. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവിടെ കടന്നു ചെല്ലുകയാണ് ബഥാനിയ ഗ്രാമത്തിലേക്ക്. പടിവാതിക്കൽ ഈ ഗ്രാമത്തിൻ്റെ ഗേറ്റ് കവാടത്തെങ്കിൽ എത്തിയപ്പോൾ തന്നെ മർത്ത അറിഞ്ഞു യേശു വരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം, യേശു കടന്നു വരുന്നത് കണ്ടപ്പോൾ മർത്ത ഓടി വന്നിട്ട് ഒരു കാര്യം യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കുമായിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ലാസർ മരിക്കാൻ കാരണം എന്താണ്? അവിടെ യേശു ഇല്ലായിരുന്നു. ഇന്ന് പല കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം അതാ. കുടുംബങ്ങളിൽ ഇങ്ങനെ തകർച്ചകളുടെ പിന്നാലെ തകർച്ചകളാണ്. ഒരു വിധത്തിലും ജീവിതം അനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകുന്നില്ല. പലപ്പോഴും ഒന്നിനു പുറകെ ഒന്നൊന്നായി കുടുംബത്തെ തകർച്ചകൾ വരുന്നു. എന്താ കാരണം? ഈ ലാസറിന്റെ കുടുംബത്തെ, മർത്താ മറിയം കുടുംബത്തെ വെച്ച് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേരും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ യേശു അവിടെ ഇല്ലായിരുന്നു.
പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും നമ്മൾ, അല്ലേ? നമ്മളൊക്കെ ജീവിക്കുന്നത്, എല്ലാ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടിയിട്ടാ. നമ്മൾ കരുതി വെക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പനും അമ്മയ്ക്കുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ മക്കൾക്ക് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് കടന്നു പോവുക. പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന പലതും, നമ്മുടെ സ്വഭാവത്തിന് തലങ്ങൾ, നമ്മളെ ചില കഴിവുകൾ, കാര്യങ്ങളെല്ലാം. അപ്പോൾ അപ്പന് പാടാൻ കഴിവുണ്ട്, അമ്മയ്ക്ക് പാടാൻ കഴിവുണ്ട്, അത് ആർക്കുണ്ടാകും? മക്കൾക്കുണ്ടാകും. ഇങ്ങനെ കുടുംബത്തിൽ ഉള്ള അനുഗ്രഹങ്ങൾ കൈമാറ്റപ്പെട്ട് പോരുകയാണ്. ഇതിനിടയിൽ ആരെങ്കിലുമൊക്കെ ദൈവിക സംവിധാനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നഷ്ടപ്പെട്ട് പാപജീവിതം നയിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോകും. ഈ അനുഗ്രഹം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്കത് മക്കൾക്ക് അല്ലെങ്കിൽ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു ജനിച്ച കുടുംബം, ഈ കുടുംബത്തിൻ്റെ പരമ്പരകളെ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ഇങ്ങനെ ഇന്നയാളുടെ മകൻ ഇന്നയാള്, ഇന്നയാളുടെ മകൻ ഇന്നയാള്, ഇന്നയാളുടെ മകൻ ഇന്നയാളെന്ന് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നു മത്തായി ശ്ലീഹ. ഞാനിത് പലപ്പോഴും വായിക്കുമ്പോൾ എനിക്കെപ്പോഴും അരിശം വരുമായിരുന്നു ആദ്യകാലത്ത്. എന്തിനാ ഇതിങ്ങനെ ചുമ്മാ വായിക്കൊള്ളാത്ത കുറെ പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തും, യേശു ജനിച്ച ഈ പരമ്പരയിലെ പല വ്യക്തികളുടെയും പേര് വിശുദ്ധ ബൈബിളിൽ എഴുതി ചേർക്കാൻ പറ്റിയ ജീവിതശൈലിയുള്ളവരൊന്നും അല്ല. വളരെ മോശമായ രീതിയിലൊക്കെ ജീവിച്ച് വളർന്നു വന്നിട്ടുള്ളവരാണ്. അവരുടെ ഒരു ഗോത്രത്തിൽ യേശു വന്ന് പിറക്കുകയാണ്. എന്തിനാണാവോ യേശു വന്ന് പിറന്നത്? ഈ തലമുറകളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവാനുഗ്രഹങ്ങളെല്ലാം യേശുക്രിസ്തു എന്ന ഈ വ്യക്തിയിലൂടെ പിതാവായ ദൈവം തിരിച്ചു നൽകുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളുടെയൊക്കെ കുടുംബ പാരമ്പര്യങ്ങളിലും പരമ്പരാഗതമായി നമുക്ക് വന്നിട്ടുള്ള നഷ്ടപ്പെട്ട ദൈവാനുഗ്രഹങ്ങളെല്ലാം ദൈവം ചേർത്ത് വച്ചിരിക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രനിലാണ്. അവനെ സ്വന്തമാക്കുന്നതിലൂടെയാണ് ഈ നഷ്ടപ്പെടലുകളെല്ലാം ഒരു വ്യക്തിക്ക് തിരിച്ച് ലഭ്യമാവുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ നഷ്ടബോധങ്ങളെ ഓർത്തുകൊണ്ട് നാം ഇങ്ങനെ ദുഃഖിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ടതില്ല. പ്രത്യുത യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക. മർത്ത ചെന്നിട്ട് പറഞ്ഞു, യേശുവേ, അങ്ങ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞാങ്ങളെ മരിക്കുമായിരുന്നില്ല. യേശു അവളോട് പറഞ്ഞു, മർത്ത, നീ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. യേശു പറഞ്ഞ ഉത്തരം അതാണ്. നീ വിഷമിക്കണ്ട, നീ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഞാനാണ് യഥാർത്ഥമായ പുനരുത്ഥാനം, ഞാനാണ് യഥാർത്ഥമായ ജീവൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ, ഒരു കുടുംബം യേശുക്രിസ്തുവിൻ്റെതായി മാറുമ്പോൾ, ഒരു കുടുംബത്തെ യേശു സ്വന്തമാക്കി കഴിയുമ്പോൾ, ഒരു കുടുംബത്തെ യേശുവിനെ സ്വന്തമാക്കി നാം മാറ്റിക്കഴിയുമ്പോൾ നമ്മളുടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അവിടെ തുറക്കുകയാണ്. നമുക്കറിയാം, ഒരു കുടുംബം ആരംഭിക്കുക കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് വിവാഹമെന്ന ഒരു കുദാശയിലൂടെയാണ്. വിവാഹമെന്ന കുദാശയിലൂടെ വിവാഹത്തിന് പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ അവരെ ഒരു വിവാഹത്തിലേക്ക് ഒരുക്കുകയാണ്. ഈ ഒരുക്കുന്ന അവസരത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയണം. നമ്മളൊരു വ്യക്തിയെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഒരുക്കിക്കൊണ്ടിരുമ്പോൾ ദൈവത്തിൻ്റെ വരപ്രസാദത്തിൽ എപ്പോഴും ഈ വ്യക്തി ആയിരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് മാതാപിതാക്കൾ ആവശ്യമാണ്. നമ്മളൊക്കെ വിവാഹത്തിലേക്ക്, എൻ്റെ മുമ്പിൽ 10, 65, 70, 75 പ്രായമുള്ളവരൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ വിവാഹ നാളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. എത്ര വലിയ പ്രതീക്ഷയോടെ, സ്വപ്നങ്ങളോടെയാണ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ടാണ് പറഞ്ഞത്, കാനല്ലോ പറയുക, ഏറ്റവും ഡീപ്പസ്റ്റ് ആണിത്. മരണത്തിന് മാത്രം വേർപിരിക്കാൻ പറ്റുന്ന ഒന്ന്. മറ്റു മതങ്ങളിൽ നിന്ന് ക്രൈസ്തവ കുടുംബം വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ക്രൈസ്തവ ജീവിതം വേറിട്ട് നിൽക്കുകയാണ് മറ്റ് എല്ലാ സംവിധാനങ്ങളിൽ നിന്നും. ഇത് ദൈവത്തിൻ്റെതായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം എന്ന കുദാശയിൽ ഒരു വ്യക്തി കാലെടുത്ത് വെക്കുന്നതിലൂടെ സംഭവിക്കുക, ആ നിമിഷം മുതൽ ഈ വ്യക്തി തൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. വാസ്തവത്തിൽ നമുക്ക് സ്നേഹമാണ്, ഇഷ്ടമാണോ ഉള്ളത്? ഇഷ്ടവും സ്നേഹവും രണ്ടാണ്. ഇഷ്ടവും സ്നേഹവും രണ്ടാണ്. ഇഷ്ടം സ്വാർത്ഥപരമാണ്, സ്നേഹം നിസ്വാർത്ഥമാണ്. ഇഷ്ടം സ്വീകരിക്കലാണ്, സ്നേഹം കൊടുക്കലാണ്.
ഇതത് തമ്മിലുള്ള മാറ്റം അതാ. പ്രിയപ്പെട്ടവർ, ഇന്ന് കുടുംബങ്ങളിൽ ഇഷ്ടങ്ങളാണ്. ഭർത്താവിന് ഭർത്താവിൻ്റെ ഇഷ്ടം, ഭാര്യയ്ക്ക് ഭാര്യയുടെ ഇഷ്ടം, മക്കൾക്ക് മക്കളുടെ ഇഷ്ടം. ഇങ്ങനെ ഇഷ്ടങ്ങളിലാണ് ഇന്ന് കുടുംബങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പറയും, എടി ഞാൻ ഇഷ്ടമുള്ള പോലെ കുടിക്കും, നീ ആരോട് ചോദിക്കാൻ? അല്ലേ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, നീ ആരോട് ചോദിക്കാൻ? ഭാര്യ പറയല്ലേ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ, നിങ്ങളാരെ ചോദിക്കാൻ? അങ്ങനെ ചോദിക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു കൺവെൻഷന് കഴിഞ്ഞ് ഒരു ഇടവക ധ്യാനം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആനവാതില്, അതായത് ദേവാലയത്തിന് ആനവാതിലൊക്കെ വെച്ചിട്ട് ഒരു അമ്മച്ചേരി 13 വയസ്സുള്ള ചെറുക്കനെ പിടിച്ച് ഇങ്ങനെ തള്ളി പള്ളിക്കകത്ത് കയറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത് കണ്ടപ്പോൾ. ഞാൻ ആ ചെറുക്കൻ്റെ നേരെ കൈ കൊണ്ടിട്ട് പറഞ്ഞു, എടാ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ചേച്ചിയും കൂടെ വന്നു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്തിനാ ചേച്ചി പിന്നെ തള്ളിക്കൊണ്ട് വരുന്നേ? പറയാ, എൻ്റെ ബ്രദറെ ഒരു കാര്യവും പറഞ്ഞ് അനുസരിക്കുകയില്ല, തന്നിഷ്ടം നടക്കുകയാണ്. ഞാൻ ചോദിച്ചു അവനോട്, എടാ അങ്ങനെയാണോ? ആ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, അതിനിപ്പോൾ എന്നാ? അതാ ഞാൻ പറഞ്ഞത്, കുടുംബങ്ങളിൽ സ്നേഹമല്ല, ഇഷ്ടങ്ങളാണ്. അപ്പൻ്റെ ഇഷ്ടം, അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം, മക്കൾക്ക് മക്കളുടെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതം, ക്രൈസ്തവ ജീവിതം ഈ ഇഷ്ടങ്ങളിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള വളർച്ചയാണ്. അതാ ഞാൻ പറഞ്ഞത്, വിവാഹത്തിനായി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് കമിതാക്കള് വിശുദ്ധ ബൈബിൾ തൊട്ടിട്ട് ഒരു പ്രതിജ്ഞ ചെയ്യും. എന്താ പ്രതിജ്ഞ ചെയ്യുന്നത്? ഇന്നു മുതൽ മരണം വരെ സത്യത്തിൽ നമ്മൾ കർത്താവിനെ കബളിപ്പിക്കുകയല്ല ചെയ്തത്, അല്ലേ? ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കഷ്ടപ്പാടുകളിലും കണ്ണുനീരുകളിലും വേദനകളിലും എല്ലാം ഒന്നുപോലെ പങ്കുവെച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഒരിക്കലും ഒരു ഫാമിലി കൗൺസിലിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രതിജ്ഞ ഒരു ചേട്ടനെ കൂടി ചെല്ലിച്ചു. ചേട്ടാ, ഈ പ്രതിജ്ഞ എങ്ങനെ ചേട്ടാ ചെല്ലിയത്? വെറുതെ ചുമ്മാ പറഞ്ഞല്ലേ ബ്രദറെ, ഞാൻ അന്നേരം ആത്മാർത്ഥമായിട്ട് പറഞ്ഞില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന മുറിയിലേക്ക് പോയി. കുറച്ച് നേരം ഇങ്ങനെ ഒരു അല്പ ഏകാന്തതയിൽ ഇരിക്കാനൊക്കെ ആയിട്ട്, ഈ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉൾപ്രേരണ. അവിടെ ബുക്ക് സ്റ്റാൾ ഉണ്ട്, സോഫിയ ബുക്ക് സ്റ്റാൾ. അതിലൊരു പുസ്തകം തരാനായിട്ട് എൻ്റെ കണ്ണെത്തിപ്പെട്ടത് ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചാലിംഗലച്ചൻ്റെ വിശുദ്ധിയുടെ നിറക്കൂട്ട് എന്ന് പറയുന്ന പുസ്തകമാണ്. ഞാൻ അവരുടെ ആ പുസ്തകം വീട്ടിലിരിപ്പുണ്ട്. ഞാൻ അധികം വായിച്ചിട്ടില്ല, പുസ്തകം സമയം കിട്ടിയിട്ടില്ല. ആ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുവാൻ തന്നേക്കാം. ഞാനതുകൊണ്ട് അങ്ങ് പോയി. അവിടെ പോയിരുന്ന അതിൻ്റെ പേജുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ചിറകൊടിഞ്ഞ് 4 മാസക്കാലം എന്ന് പറയുന്ന ഒരു ശീർഷകം അച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വളരെ മനോഹരമായിട്ടൊരു മത്തായി ചേട്ടൻ കഥാപാത്രം. അച്ഛന് വേറെ പരിചയമുള്ളൊരു ഇടവകയിലെ ഒരു മത്തായി ചേട്ടൻ. ഈ മത്തായി ചേട്ടൻ്റെ പ്രത്യേകത ഇതാണ്, മത്തായി ചേട്ടൻ എവിടെ എന്ത് കാര്യങ്ങളിലും വരും, പക്ഷേ ഒരു 2 മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കില്ല. ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് അവിടെ പോയി ഒരു പിതാവിനും പുത്രനും വെച്ച് ഒരു സ്വർഗസ്നായ പിതാവ് ഒരു നന്മനിറഞ്ഞ ചൊല്ലി ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അപ്പോഴേ മത്തായി ചേട്ടൻ പോകും. ഒരു കല്യാണ വീട്ടിലാണെങ്കിലും വന്നാൽ 3-4 മിനിറ്റ് ഒരേക്കർ സ്ഥലത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന മത്തായി ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മത്തായി ചേട്ടന് മറ്റുള്ള ഇടങ്ങളിൽ സമയം ചെലവഴിക്കാൻ നേരമില്ല. അതിൻ്റെ കാരണം മത്തായി ചേട്ടൻ വിവാഹം കഴിഞ്ഞ് 100ാമത്തെ ദിവസം മത്തായി ചേട്ടൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള ഉയരമുള്ള ഒരു തിണ്ടിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ താഴേക്ക് വീണ് നടുവൊടിഞ്ഞു പോയി. അവൾ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ മത്തായി ചേട്ടൻ മുഴുവൻ സമയവും ഈ ഭാര്യയെ പരിചരിക്കുകയാണ് വീട്ടിൽ. മത്തായി ചേട്ടൻ്റെ ഭാര്യ വീട്ടുകാര് നടുവൊടിഞ്ഞ് കഴുത്തിന് താഴോട്ട് അനക്കമില്ലാതെ കിടക്കുന്ന മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ, ഈ വിവാഹബന്ധം വേർപെടുത്തി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാതാപിതാക്കൾ, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മയും അളിയന്മാരുടെ വന്നിട്ട് പറഞ്ഞു, നീ വേറൊരു വിവാഹം കഴിച്ച് ജീവിക്ക്, ഇനി ഇവളെ നോക്കണ്ട, നിനക്ക് ചെറുപ്പമല്ലേ, നല്ല പ്രായത്തിലല്ലേ ഇത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, മത്തായി ചേട്ടൻ പറഞ്ഞു, അവളെ തരുന്ന പ്രശ്നമില്ല. ഈ 27 വർഷക്കാലത്തെ ദാമ്പത്യ ജീവിതം 100 ദിവസമേ ഈ സഹധർമ്മിണി എഴുന്നേറ്റ് നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കാലം നടുപൊടിഞ്ഞ് ഒരേ കിടപ്പ് ബെഡിൽ കിടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കിടന്ന കിടപ്പിലാണ് സംഭവിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ഓർമ്മശക്തി കൂടെ നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ മത്തായി ചേട്ടൻ പറമ്പിൽ പണിയെടുക്കുന്നതിനിടയിൽ ഒരു അരമണിക്കൂർ ഇടവിട്ട് ഈ ഭാര്യയുടെ അടുത്ത് വരും, ഭാര്യയുടെ വിശേഷം മനസ്സിലാക്കാൻ, അന്വേഷിക്കാൻ. അങ്ങനെ 26-27 വർഷക്കാലം
ജീവിച്ച് ഈ സഹധർമ്മിണി മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാ ദിവസവും മത്തായിച്ചേട്ടൻ പൂക്കളുമായി ദേവാലയത്തിൽ വരും. ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ചതിന് ശേഷം സിമിത്തേരിയിൽ പോയി ഭാര്യയുടെ കല്ലറയുടെ മുമ്പിൽ നിന്നിട്ട് ഈ മത്തായിച്ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്നെയും കൂടി എത്രയും വേഗം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ആ ഭാര്യയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുക. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിലെ വിവാഹമെന്ന കുദാശയ്ക്ക് മരണത്തിന് മാത്രം ഈ ഭൂമിയിൽ വേർപെടുത്താൻ പറ്റുന്ന ഒന്നാണ്. അത് കഴിഞ്ഞ് മനുഷ്യൻ മരിച്ച വിവരം അറിഞ്ഞ നാട്ടുകാർ ചെന്നപ്പോൾ അവർക്കെല്ലാം പ്രിയങ്കരാണ് മത്തായിച്ചേട്ടൻ. കാരണം ഇതുപോലൊരു സാക്ഷി ജീവിതം കണ്ടിട്ടില്ല. അവർ ചെല്ലുമ്പോൾ മത്തായിച്ചേട്ടൻ മരിച്ചു കിടക്കുന്നത് ഭാര്യയുടെ ഒരു ഫോട്ടോയും ആ ക്രൂശ് രൂപവും നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ടാണ്. മരിച്ച് കിടക്കുന്ന കണ്ട ഇടവകയിലെ മുഴുവൻ ജനങ്ങളും വാവിട്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം, ഇഷ്ടങ്ങളിൽ നിന്ന് ഒരു വ്യക്തി സ്നേഹത്തിലേക്ക് വളരുന്നത് ഇങ്ങനെയാണ്. ഇന്ന് കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം സ്വാർത്ഥത കൈവടിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാ ഞാൻ പറഞ്ഞത്, വിവാഹമെന്ന കുദാശയിൽ ഒരു വ്യക്തി കാലെടുത്ത് വെക്കുന്നതിലൂടെ ആ വ്യക്തി തൻ്റെ സ്വാർത്ഥതകളിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് സമ്പാദിച്ച് വെക്കല്ലേ. പുറത്തിറങ്ങും തല്ലിയേക്കരുത്. ബ്രദർ എന്നാ വർത്തമാനാ പറയുന്നത്, അങ്ങനെ പറഞ്ഞേക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈശോയെ കൊടുത്തു തുടങ്ങണം. ഇവിടെ വച്ച് ഈ കൺവെൻഷൻ പന്തൽ വിടുന്നതിന് മുമ്പ് നിങ്ങൾ ശാശ്വതമായ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാൻ പഠിക്കണം. അപ്പോൾ മുതൽ ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേലും ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളുടെ മേലും ഭാര്യയ്ക്കായിരിക്കും അധികാരം. അതുപോലെ ഭാര്യയുടെ ശരീരത്തിൻ്റെ മേലും ഇഷ്ടങ്ങളുടെ മേലും ഭർത്താവിൻ്റെതായി മാറും അധികാരം. അവിടെയാണ് സ്നേഹം നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിവാഹം എന്ന കുദാശയിൽ പിന്നെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് സ്ഥാനമില്ല എന്ന സത്യം നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ തിരിച്ചറിയണം. അവിടെ സ്വാർത്ഥതയോട് വിട പറയണം. ഇഷ്ടങ്ങളിൽ നിന്ന് സ്നേഹത്തിലേക്ക് വളരണം. പരസ്പരം ആഴമായി പങ്കുവെച്ച് ബലിയർപ്പിച്ചു ജീവിക്കുക. കത്തോലിക്ക സഭ പഠിപ്പിക്കുക, കമിതാക്കളുടെ അല്ലെങ്കിൽ ദമ്പതികളുടെ കിടപ്പറ എന്ന് പറയുന്നത് ബലിപീഠമാണെന്നാ സഭയുടെ പഠനം. സഭയ്ക്ക് വ്യക്തമായ പഠനമുണ്ട്. അത് നിങ്ങൾ പഠിക്കണം, അറിയണം, ചോദിച്ചറിയണം. ആ രീതിയിൽ വേണം ദാമ്പത്യ ധർമ്മങ്ങൾ നിർവഹിക്കാൻ. സഭ ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് ജന്മം കൊടുക്കുവാനും ആ മക്കളെ സഭയുടെ മക്കളായി വളർത്തുവാൻ മാമോദിസ കൊടുത്ത് സഭയുടെ പഠനങ്ങളിലൂടെ യേശുവിനെ കൊടുത്ത് വളർത്തി ദൈവത്തിന് അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കുടുംബം എന്ന സംവിധാനത്തെ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പങ്കുവെച്ച് ജീവിക്കണം. ഇവിടെ ഈ പന്തലിൻ്റെ അകത്ത് ഈ കുടുംബത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഭാര്യഭർത്താക്കന്മാർ പരസ്പരം പങ്കുവെക്കാതെ ജീവിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്ദേശമാണ്, ആരും പറഞ്ഞ അറിവല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് തെറ്റാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഈ അടുത്ത നാളിൽ ഒരു 4 മാസം മുമ്പ് ഒരു ശുശ്രൂഷകയാണ് ഒരു ധ്യാനമന്ദിരത്തിൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞു. ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, 2 കട്ടിലില്ല കിടപ്പ്, 2 കട്ടിലില്. അപ്പം അമ്മച്ചിക്ക് ഒരു ധാരണ, 10-65 വയസ്സുണ്ട്, ഓ ഇത് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഇതെന്നാത്തിനാ. അങ്ങനെയല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തോടെ പറയുക, അങ്ങനെയല്ല. മരണം വരെയും സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലുമെല്ലാം പങ്കുവെച്ച് ജീവിക്കാമെന്ന പ്രതിജ്ഞ അതങ്ങനെയാണ് താനും. അപ്പോൾ അത് ഒന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ശരീരത്തിന് മേൽ ജീവിത പങ്കാളിക്കാണ് അധികാരം. അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അത് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോടുകൂടി ആരംഭിക്കുക. പരിഹാരം അതാ. ക്രിസ്തുവിനോടുകൂടി തുടങ്ങുക, മരണം വരെയും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക. അതാണ് പരിഹാരം. ഇനി മക്കളെ നമ്മൾ ചെറുപ്പം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിൽ വേര് ഉറപ്പിക്കണം. ക്രൈസ്തവ വിശ്വാസത്തിൽ ഞാനിപ്പോൾ ഓർക്കും,
ഈ കഴിഞ്ഞ മാർച്ച് 19 50 വയസ്സ് പൂർത്തിയായി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ 50 വർഷത്തിനിടയിൽ ജഡിക പാപത്തിൻ്റെ ഒരു മേഖലയിൽ ഞാൻ പോയി വീണിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ അഭിമാനം എൻ്റെ അമ്മയ്ക്കാണ്. കുഞ്ഞുനാളിൽ വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ മടിയിലെടുത്ത് വെച്ച് മരിയാഗുരത്തെക്കുറിച്ച് പറഞ്ഞു തന്ന കഥ അന്ന് ആഴങ്ങളിൽ പതിച്ചു, വളരെ ആഴങ്ങളിൽ. അമ്മ പറഞ്ഞ് ഈ ലൈംഗിക പാപത്തിൻ്റെ വഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച കത്തിയുടെ മുമ്പിൽ, അലക്സാണ്ടറിന് മുമ്പിൽ ജീവനെ ത്യജിക്കാൻ ഈ മരിയാഗുരത്തിയെ പ്രേരിപ്പിച്ച ആ ധീരമായ പ്രവർത്തനത്തെക്കുറിച്ച് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ജീവിതത്തിലുടനീളമുണ്ട്. അത് ഈ മേഖലയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കാക്കയുടെയും പൂച്ചയുടെയും കഥ പറഞ്ഞു കൊടുത്ത് വളർത്തിയ പോര മക്കളെ. കാക്കയുടെയും പൂച്ചയുടെയും കൊതുക് പണമുണ്ടാക്കിയ കഥയൊന്നും പറഞ്ഞ് വളർത്തുകയല്ല ചെയ്യേണ്ടത്. പ്രത്യുത വിശുദ്ധ ബൈബിളിലെ വീരപുരുഷന്മാരെ കുറിച്ച്, വീരവനിതകളെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ മരണം വരെയോ എന്നുള്ള പ്രതിജ്ഞ മകരം വരെ ആയിപ്പോകും. പല അമ്മമാരും ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട് അതിൻ്റെ പേരിൽ. യേശുവിനെ കൊടുത്ത് വളർത്തണം മക്കളെ, ദൈവത്തെ കൊടുത്ത് വളർത്തണം. ദൈവിക വിശ്വാസത്തിൽ അവിടെ അടിയുറപ്പിക്കണം. ഈ ഒരു കാലഘട്ടം അപകടം നിറഞ്ഞ കാലഘട്ടമാണ്. മക്കളെ വേദപാഠത്തിന് വിടാതെ ട്യൂഷന് പറഞ്ഞു വിടുന്ന ഒരു കാലഘട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ഈ മക്കൾ നമുക്കെന്നും തോരാത്ത കണ്ണീരായി മാറുമെന്ന സത്യം നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ പോലെ ഒരു വിശ്വാസം നമുക്കും ഉണ്ടാകട്ടെ. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കുഞ്ഞുങ്ങളെ പോലുള്ളൊരു വിശ്വാസം. യേശു പറഞ്ഞു, ഒരു കൊച്ചിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് എളിയിൽ വെച്ചിട്ട് പറഞ്ഞു, സ്വർഗ്ഗരാജ്യം ഇവരെ പോലുള്ളവരുടേതാണ്. എന്താ കൊച്ചിൻ്റെ പ്രത്യേകത? കൊച്ച് മമ്മിയെ വിളിച്ചിട്ട് ചോദിക്കും, മമ്മി മമ്മി ഞാൻ എവിടെ നിന്നാ മമ്മി വന്നേ? അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് കൊച്ചിനോട്, മോനെ അത് ഞാൻ കിടന്നുറങ്ങിയപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ, ഈശോയുടെ കയ്യിലൊരു താക്കോലുണ്ട്. ആ താക്കോലിട്ട് മമ്മിയുടെ വയറ് തുറന്നു. അങ്ങനെയാണ് ഞാൻ നീ വന്നത്, നീ ജനിച്ചതെന്ന് കൊച്ചു കുഞ്ഞിനോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയ്ക്കറിയാം ഈ പറച്ചിൽ യുക്തിസഹമല്ലെന്നറിയാം, യുക്തിക്ക് നിരക്കുന്നില്ലെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ കൊച്ചിന് മതിയായൊരു ഉത്തരമാണ്. ബുദ്ധിയിൽ യുക്തിപൂർവ്വം ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കൊച്ചു സ്വീകരിക്കാനും ഒരു ദൈവിക കാര്യത്തെ പറഞ്ഞു കൊടുക്കാനും പറ്റുന്നതാണ് തൻ്റെ ഈ കഥ എന്ന് അമ്മയ്ക്കറിയാം. കൊച്ചു കുഞ്ഞ് അത് നിഷ്കളങ്കമായിട്ടങ്ങ് വിശ്വസിക്കുകയാണ്. പിന്നെ കൊച്ചിന് സംശയമില്ല, ഞാൻ വന്നത് മമ്മിയുടെ വയറ് ഒരു താക്കോലിട്ട് തുറന്നിട്ട് പുറത്ത് വന്നാണെന്ന് കൊച്ചങ്ങ് വിശ്വസിക്കുകയാണ്. ഈശോ പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഉള്ള വ്യക്തിക്കാണ് സ്വർഗരാജ്യം. വിശ്വാസത്തിൽ യുക്തിക്ക് സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ. യുക്തിക്ക് സ്ഥാനമില്ലാത്ത ഒരു ശിശുസഹജമായ വിശ്വാസത്തിലാണ് ക്രൈസ്തവ ജീവിതം പൂവിടുക. യൗസേപ്പിനെ പോലെ ഇത്രമാത്രം ആത്മസംഘർഷത്തിൽ വീണ ഒരു വ്യക്തിയെ ബൈബിളിൽ ഞാൻ ധ്യാനിച്ചിട്ടില്ല. ഓർക്കണം, വളരെ ആഗ്രഹിച്ചു കാത്തിരുന്ന ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിൽക്കുകയാണ്. വിവാഹത്തിന് അടുത്ത് ചെല്ലുമ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഭാര്യ ഗർഭവതിയായിട്ട് പുഷ്പിണിയായിട്ട് കാണുകയാണ്. ഈ മനുഷ്യൻ, അന്ന് നിങ്ങൾ ഓർക്കണം, ഇന്നത്തെ പോലെ 10 കൗൺസിലേഴ്സ് ഒന്നും ചുറ്റിനിരിക്കാനില്ല, കുദാശകൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, ഒരു ബന്ധിങ്ങയോ കൊന്തയോ ഇല്ല ഈ ജോസഫിൻ്റെ മുമ്പിൽ. പക്ഷെ അയാൾക്ക് ഒരു കാര്യം അറിയാം, തൻ്റെ ഈ വിവാഹത്തെക്കുറിച്ച് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ദൈവമാണെന്നുള്ള ഒരു വിശ്വാസ പാരമ്പര്യം ഈ മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ ആത്മസംഘർഷത്തിന് നടുവിൽ അയലോക്കംകാരൻ്റെ വാക്ക് കേട്ടിട്ട്, എടാവേ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താടാവേ ചെയ്യുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു കൊടുത്തു, എടാ ഇങ്ങനെ അതിനെ മരണം വരെയും വളർത്തുന്നത് നല്ല, കൂട്ടിക്കൊണ്ട് പോരുന്നത് നല്ലത്. ചേട്ടൻ പിറ്റേ ദിവസം പോയി അവളെയും കൂട്ടി വീട്ടിലേക്ക് വരിക. ജോസഫ് ചെയ്തതല്ല, കൂട്ടുകാരോട് പോയിട്ട് എന്നാടാവേ ചെയ്യേണ്ടത്, മറിയം എങ്ങനെ ഗർഭിണിയായിട്ട് കാണപ്പെടുകയാണ്, ഞാൻ എങ്ങനെ അവളെ സ്വന്തമാക്കും എന്നല്ല ചിന്തിച്ചത്. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ തിരുസന്നിധി പോയിരുന്നു. ഒരു ഉത്തരം കിട്ടുവോളം അയാളുടെ സങ്കടം പറയുക ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവമേ, ഇത് കഷ്ടമായി പോയി, നീ പറഞ്ഞ് ഒരുക്കിയ ഒരു വിവാഹമാണ്, നിശ്ചയം കഴിഞ്ഞു, കല്യാണത്തിലേക്ക് എത്തി നിൽക്കുകയാണ്, എനിക്ക് അവളെ ഉപേക്ഷിക്കാമല്ല, നീയാണല്ലോ ഒരുക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന തൻ്റെ സങ്കടം ഈ മനുഷ്യൻ ദൈവത്തിരുസന്നിധിയിൽ എത്തിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, മറിയത്തെ നീ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട, മറിയത്തെ സ്വീകരിക്കാൻ നീ ഭയപ്പെടേണ്ട. അയാൾക്കത് മതി. പിന്നീട് ഒരിക്കലും ഈ മനുഷ്യൻ ജീവിതത്തിൽ മറിയത്തെ സംശയിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതങ്ങളുടെ പ്രതിസന്ധികളിൽ യൗസേപ്പ്, വിശുദ്ധ യൗസേപ്പ് നമുക്കൊരു മാതൃകയാണ്. ഒരു കുദാശകളോ കുംഭസാരമോ മറ്റ് കൗൺസിലിങ്ങോ ബന്ധിക്കുമോ
കുർബാന ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ ദൈവത്തിൽ മാത്രം നോക്കി, ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടി ആ ഒരു ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുകയാണ്. അങ്ങനെ ഭാഗ്യവാനായിട്ട് മാറി യോസേപ്പ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് സങ്കടങ്ങൾക്ക് ഉത്തരം മേടിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഭാഗ്യപ്പെട്ട ജീവിതമാകും. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കണം. നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ എത്ര സമ്പത്ത് കൊടുത്താലും ദൂർത്തടിക്കും മക്കൾ. നിങ്ങളൊരു വിശ്വാസം കൊടുത്താൽ ഒന്നുമില്ലായെങ്കിലും അവർ അതിൻ്റെ മുകളിൽ പടുത്തുയർത്തപ്പെടും. തോബിത്തിൻ്റെ പുസ്തകം 1 മുതൽ വായിച്ചു വരണം. നല്ലൊരു ദൃഷ്ടാന്തമാണ് കുടുംബജീവിതത്തിൻ്റെ. എന്നിട്ട് ഇയാൾ മകനോട് പറയാണ്, മോനെ, നീ നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല ഈ വിശ്വാസമല്ലാതെ. നീ നന്നായിട്ട് നീതിയോടെ ജീവിക്കണം. ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. എന്നിട്ട് അവസാനം അതിൻ്റെ അധ്യായത്തിൻ്റെ അവസാനം ഇങ്ങനെ വാക്ക് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. തോബിയാസ് പറഞ്ഞ ഇതാണ്, നീ നിൻ്റെ ദാരിദ്ര്യത്തെ ഓർത്ത് വിഷമിക്കേണ്ട. അപ്പൻ ഇത്രയൊക്കെ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇത്രയൊക്കെ തരാൻ പറ്റുള്ളൂ. പക്ഷേ നീ നന്നായി ജീവിച്ചാൽ നിനക്ക് സമ്പത്ത് സമൃദ്ധമായി ഉണ്ടാകുമെന്ന് അപ്പൻ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ വണ്ടിയിൽ വേറൊരു കാറ് വന്ന് തട്ടി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ മുട്ടിൻ്റെ ലിഗ്മെൻറ്റ് പൊട്ടിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവിടെ ചെന്ന് ഡോക്ടർ സ്ലാബ് ഇട്ട് ഫുള്ളായിട്ട് ബാൻഡേജ് ചുറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ കിടക്കുമ്പോൾ തന്നെ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാണാൻ വന്നവരോടൊക്കെ ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ധ്യാനത്തിൻ്റെ തലേ ദിവസം 10 ദിവസം കിടക്കാൻ പറഞ്ഞെങ്കിലും കൂടി എനിക്ക് ധ്യാനത്തിന് വരണം എന്നുള്ള നിർബന്ധം കാരണം 7-ാം ദിവസം ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് പ്ലാസ്റ്റർ വെട്ടിച്ചു. എന്നിട്ട് അപ്പോൾ ഡോക്ടർ ഫുള്ളായിട്ട് ബാൻഡേജ് ചുറ്റി തന്നേക്കാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും ഞാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ധ്യാനത്തിന് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായി. 3-ാം ദിവസം എന്നെ വീട്ടിലെല്ലാവരും പറഞ്ഞു, മോളെന്നാൽ പോകണ്ട, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചി കന്യാസ്ത്രീ ചേച്ചി ഭോപ്പാലിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, മോള് എന്തായാലും ധ്യാനത്തിന് പോകണം, എല്ലാ പരാതികളും പരിഭവങ്ങളൊക്കെ ഈശോയിലേക്ക് അർപ്പിച്ചുകൊണ്ട് നല്ലോണം സ്തുതിച്ച് ഈശോയെ സ്തുതിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം, നിൻ്റെ വേദന കുറയുമെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം ദിവസം ഇവിടെ വന്ന് എന്നെ 2 പേര് കൂടിയിട്ടാണ് കുമ്പസാരിപ്പിക്കാനായിട്ട് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴേക്കും എനിക്ക് കൈകാലൊക്കെ തളർന്ന് വേദന എടുത്തിട്ട് അച്ഛനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാണ് കുമ്പസാരിപ്പിച്ചത്. പക്ഷെ തിരിച്ചു ഇവിടെ വന്നിരുന്നതിന് ശേഷം സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ പതുക്കെ കസേരയിൽ നിന്ന് കാലെടുത്ത് താഴേക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് നിന്ന് നോക്കി. അപ്പോൾ വല്ലാത്തൊരു മിന്നൽ പോലെ വേദന വന്നെങ്കിലും ഞാൻ ഒന്നുകൂടി ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് കാലൊന്ന് പതുക്കെ ചവിട്ടി. അപ്പോൾ വേദന കുറയുന്ന പോലെ തോന്നി. അന്ന് ഫുള്ളായിട്ടും ഞാൻ പിന്നെയുള്ള സമയം മുഴുവനും സ്തുതിച്ച് പ്രാർത്ഥിച്ചു. വേദനയ്ക്ക് നല്ല കുറവുള്ള പോലെ തോന്നി. പിറ്റേ ദിവസം ഇന്നലെ ഞാൻ വന്നിട്ടും ഇതുപോലെ തന്നെ സ്തുതിപ്പിൻ്റെ സമയത്ത് നന്നായി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആവാറായപ്പോഴേക്കും എന്നെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ ഈ അപകടം പറ്റിയ പിന്നെ ആദ്യമായിട്ടാണ് അവിടം വരെ ഒറ്റയ്ക്ക് നടന്നു പോയി. എല്ലാവരും എന്നെ പിടിക്കാൻ വന്നെങ്കിലും ഞാൻ പറഞ്ഞു, എന്നെ പിടിക്കേണ്ട, ഞാൻ തന്നെ നടന്നു പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ തനിയെ നടന്നു പോയി. എനിക്കിവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഇപ്പോഴും ഇന്ന് മുഴുവൻ കസേരമ കാല് കയറ്റി വയ്ക്കുന്ന ഞാൻ ഒരു സെക്കൻഡ് പോലും ഞാൻ കസേരമേലേക്ക് കാല് കയറ്റി വെച്ചിട്ടില്ല. ഇന്ന് ഫുള്ളായിട്ടും കസേരമ കാല് വെക്കാതെ ഇതുപോലെ തന്നെ നിന്നും നടന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് നല്ല സുഖം കിട്ടുന്നുണ്ട്. ഓപ്പറേഷൻ ഇനി ഉണ്ടാവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്ക്. Spirit of God, we worship you.